യുദ്ധഭീതിയിൽ ആശങ്കയിലായ രാജ്യത്തെ കൂടുതൽ പ്രതിസന്ധികളിലേക്ക് തള്ളിയിടുന്ന പ്രവൃത്തിയാണ് വ്യാജ വാർത്ത ചമയ്ക്കൽ. ഇന്ത്യ പാക് സംഘർഷ സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി സർക്കുലേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എണ്ണിത്തീർക്കാനാവാത്തത്ര വ്യാജ വാർത്തകളാണ്. 3 ഇന്ത്യൻ ജെറ്റ് വിമാനങ്ങൾ കശ്മീരിൽ തകർക്കപ്പെട്ട നിലയിലെന്ന കുറിപ്പോടെയാണ് ചൈന ഡെയിലി എന്ന സോഷ്യൽ മീഡിയ പേജിൽ ചിത്രമടക്കം വാർത്ത പ്രചരിച്ചത്. പ്രചരിക്കുന്ന ചിത്രം 2019-ലേതാണ്. ഇപ്പോഴുള്ള സംഭവങ്ങളുമായി ബന്ധമില്ലാത്തതുമാണ്. പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ രഹസ്യ സൈബർ അറ്റാക്കിന് മുതിരുന്നതായാണ് മറ്റൊരു വ്യാജ വാർത്ത. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഫേസ്ബുക്കിൽ പങ്കുവച്ച കാര്യമെന്ന നിലയിലാണ് വാർത്ത പ്രചരിച്ചത്. അറ്റാക്കിൽ ഇരയാവാതിരിക്കാൻ ഫോണിൽ വരുന്ന മെസ്സേജുകൾ ക്ലിക്ക് ചെയ്യാതിരിക്കണമെന്നും അനോണിമസ് നമ്പറുകളിൽ നിന്ന് വരുന്ന കോളുകൾ എടുക്കരുതെന്നുമാണ് പോസ്റ്റിൽ പറയുന്നത്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന് ഔദ്യോഗിക ഫേസ്ബുക്ക് പേജ് ഇല്ല എന്നതാണ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഈ വ്യാജ വാർത്ത സംബന്ധിച്ച് നൽകുന്ന വിശദീകരണം. 2014 ഒക്ടോബർ 14-ന് മഹാരാഷ്ട്രയിലെ പൂനെ അഹമ്മദ് നഗർ ഹൈവേക്ക് സമീപമുള്ള ഉൾവാടി ഗ്രാമത്തിൽ ഇന്ത്യൻ വ്യോമസേനയുടെ സുഖോയ് Su-30 MKA യുദ്ധവിമാനം തകർന്നു വീണപ്പോൾ വന്നിരുന്ന വാർത്തയാണ് നിലവിലെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷാവസ്ഥയിൽ സംഭവിച്ചതെന്ന രീതിയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനി സോഷ്യൽ മീഡിയ ഹാൻഡിലുകളാണ് ഈ വാർത്ത പ്രചരിപ്പിക്കുന്നത്. ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ നടത്തിയ ആക്രമണമെന്ന രീതിയിൽ പ്രചരിക്കുന്ന വീഡിയോയാണിത്. ഇതൊരു വീഡിയോ ഗെയിമിൽ നിന്നുള്ള ദൃശ്യമാണെന്നും 3 വർഷമായി ഇന്റർനെറ്റിൽ ഉള്ളതാണെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ സ്ഥിരീകരണമുണ്ട്. ഗുജറാത്തിൽ ഹസിറ തുറമുഖം ആക്രമിക്കപ്പെട്ടുവെന്ന രീതിയിൽ ഈ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. 2021 ജൂലൈ 7-ന് ദുബായിൽ എണ്ണ ടാങ്കർ പൊട്ടിത്തെറിച്ചപ്പോൾ പങ്കുവയ്ക്കപ്പെട്ട ദൃശ്യങ്ങളാണ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം എന്ന രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത്. മുഖ്യധാരാ മാധ്യമങ്ങളടക്കം വ്യാജ വാർത്തകളുടെ പേരിൽ പഴി കേൾക്കേണ്ടി വരുമ്പോൾ ആരെ കേൾക്കണം, എന്തു വിശ്വസിക്കണം എന്നതിൽ സ്വയം ഒരു തിരഞ്ഞെടുപ്പ് അനിവാര്യമാണ്. അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഔദ്യോഗിക വിവരങ്ങൾ മാത്രം പരിഗണിക്കുക. തെറ്റെന്ന് തോന്നുന്ന വാർത്തകൾ പങ്കുവയ്ക്കാതിരിക്കുക. സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കപ്പെടുന്ന വീഡിയോ ദൃശ്യങ്ങളുടെ ആധികാരികത ഉറപ്പുവരുത്തുക. Subscribe to One India and never miss an update.